എൻ്റെ ആത്മവിശ്വാസം ഒന്ന്, കേരള സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഈ 10 വർഷം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉയർന്ന നിലവാരം പുറത്തിയിട്ട കാലഘട്ടമാണ്. 2, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലവും ഒരേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. 3, ഈ 10 വർഷം കേരളത്തിൽ ഒരിടത്ത് പോലും ഒരു വർഗീയ കലം പോലും ഉണ്ടാവാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ന് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കുന്ന രീതിയിൽ നമ്മുടെ അടിസ്ഥാനപരമായ ജനങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന നിലവാരമുണ്ടായിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനൊക്കെ അപ്പുറം തിരൂരെന്ന ഈ പ്രദേശം കേരളത്തിൽ തന്നെ ഇടത്തരം പട്ടണങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വരേണ്ട ഒന്നായിരുന്നു. കാലാകാലങ്ങളായി ഈ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ജനപ്രതിനിധികൾ, അത് MP-മാരാവട്ടെ MLA-മാരാവട്ടെ, ഈ നാടിൻ്റെ വികസന കാര്യത്തിൽ ഒരു ശ്രദ്ധയും അവർക്കുണ്ടായിട്ടില്ല. എടുത്തു പറയാവുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്തവരാണ് ഇവിടുത്തെ MP-മാർ. ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം എടുക്കും. 34ഓളം ട്രെയിനുകൾ ഇന്നും നിർത്താതെ പോവുകയാണ്. 60 വർഷമായി മുസ്ലിം ലീഗാണ് ഇവിടുത്തെ MP. MLA-മാരെ കാര്യം എടുക്കും. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ റോഡുകൾ ഈ നാട്ടിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ പൊന്മുണ്ടം ബൈപ്പാസിലേക്കുള്ള പോലീസ് ലൈനിൽ നിന്ന് പോകുന്ന ബൈപ്പാസ് റോഡിൻ്റെ ആ അപ്രോച്ച് റോഡിൻ്റെ പണി ഇപ്പോൾ നമ്മളാണ് 29 കോടി രൂപ അത് സെൻട്രൽ ബോർഡ് ഫണ്ടിൽ നിന്നും റോഡ് ബോർഡ് ഫണ്ടിൽ നിന്ന് കൊണ്ടുവന്നത് നടത്തുന്നത്. താഴേപ്പാലം അപ്രോച്ച് റോഡ് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചു. സിറ്റിയിലുള്ള ഓവർബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മിച്ചത് നമ്മളാണ്. എന്തിനധികം പറയുന്നു, തിരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ 10 വർഷമായി അവിടുത്തെ PT അടക്കമുള്ളവർ നിരന്തരം ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഒരു കെട്ടിടത്തിന് ഇപ്പോൾ ഞങ്ങൾ മുൻകൈ എടുത്താണ് ഇപ്പോൾ അവിടെ ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിക്കാൻ പോകും. അപ്പോൾ തീർത്തും അവഗണന ഈ നാട്ടിനുണ്ടായിട്ട്. ഞാൻ കൂടി ജനിച്ചു വളർന്ന നാടാണ്. അപ്പോൾ താനൂർ പോലുള്ള വലിയ വോട്ടിന് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തു നിന്ന് തിരൂർക്ക് മാറിയിട്ടുള്ളത് തിരൂരിലെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഇടത്തരം പട്ടണമാക്കി ഈ നാട്ടിനെ വളർത്തിയെടുക്കുക. അതിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാനും അതിലുള്ള രേഖകളും എല്ലാം തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യ മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെ ഈ നാടിൻ്റെ വികസനം ഞങ്ങൾ അത് സാക്ഷാത്കരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇടതുപക്ഷത്തിന് CPM-ന് മുഴുവൻ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞെങ്കിലും പല മണ്ഡലങ്ങളിലും ഇപ്പോഴും CPM-ന് അവരുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇത്രമാത്രം വികസനം നടത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റായിട്ട് പോലും മുഴുവൻ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു തിരിച്ചടിയാകുമെന്ന് തോന്നുന്നു. ഒരിക്കലും അത്തരത്തിൽ എവിടെയും അത്തരത്തിലൊരു ആശങ്കയില്ല. CPM-ന്റെ മുഴുവൻ പട്ടികയും 1ാം ഘട്ടം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അത്തരത്തിലൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ തിരൂരത്തെ കാര്യം എടുക്കും. തിരൂരിൽ എൻ്റെ നാട്ടിലേക്ക് ഞാൻ വരിക എന്നുള്ളൊരു പ്രാദേശികവാദമാണ്. എൻ്റെ നാട്ടിൽ എനിക്കൊരു ഒരു തവണയെങ്കിലും മത്സരിക്കണമെന്നുള്ളൊരാഗ്രഹം, എൻ്റെ നാടിനെ മറ്റു നാടോളം ഉയർത്തി കൊണ്ടുവരാനുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് തിരൂരിലേക്കുള്ള സീറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ടായത്. ഇപ്പോൾ താനൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലോ, മങ്കടയിൽ പ്രഖ്യാപിച്ചല്ലോ. ഇനി എവിടെയാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്? പാർട്ടി സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അത്തരത്തിൽ ഒരു കാര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അത് തെറ്റായിട്ടുള്ള പ്രചരണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഞാനൊരു കാര്യം കൂടി എടുത്തു പറയുന്നു. തിരൂരിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. ഇവിടെ കേരള രൂപീകരണത്തിന് ശേഷം ഒറ്റത്തവണ മാത്രമാണ്, നിങ്ങൾ തന്നെ പറഞ്ഞു, ഇവിടെ ഇടതുപക്ഷ പ്രതിനിധി ജയിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ മാത്രമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എന്തെങ്കിലും കാര്യം ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ദൗത്യമാണ് ഞാൻ ഏറ്റെടുക്കാമെന്ന് തിരൂരിലെ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന വാക്കാണ്. അവരത് എൻ്റെ കൂടെ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്ഥാനാർത്ഥി മാത്രമാണ് ബാനറിന്റെ മുന്നിൽ നിൽക്കേണ്ടത്. ബാക്കി മുഴുവൻ
ഭാഗത്തുമുള്ള ആളുകൾ ഒന്നുകിൽ റോഡിന്റെ ഇരു സൈഡിലേക്ക് മാറണം, അല്ലെങ്കിൽ റാലി സ്ഥാനാർത്ഥി ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി 60 കൊല്ലക്കാലം മുസ്ലിം ലീഗ് പൊന്നാപുരം കൊണ്ടയായി കൊണ്ടുവരുന്ന താനൂർ, ആ താനൂരിൽ വികസന വിപ്ലവം തീർത്ത് 10 കൊല്ലക്കാലം പ്രിയപ്പെട്ട വിയാത്രയമാനിത തിരൂരിന്റെ മണ്ണിൽ ചുറ്റിക അരിവാള നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ആശീർവദിക്കൂ, അഭിവാദ്യങ്ങൾ അർപ്പിക്കൂ. നാടിനെ കൈപിടിച്ചാൽ ആലോചിച്ച പ്രഗത്ഭനായ അബ്ദുറഹ്മാൻ നിങ്ങളെ നേരിൽ കണ്ട വോട്ടപ്പൻ വികസനത്തിനായി കാത്തു നിൽക്കുകയാണ് എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് മാമന വരവേൽക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ തകരാത്ത കോട്ടകളില്ല. മുസ്ലിം ലീഗിന്റെ ഏത് കോട്ടയും ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, ആശീർവദിക്കുക. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി വെച്ച താനൂരിൽ 10 കൊല്ലക്കാലം വികസന വിപ്ലവം തീർത്ത മാമൻ തിരൂരിന്റെ മണ്ണിലും ചുവപ്പിക്കാനും തിരൂരിലും വികസനം എത്തിക്കാനും കഴിയുമെന്ന് പ്രഖ്യാപിച്ചു. തിരൂരിലും വികസനമെത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരൂരിന്റെ പൊന്നാമനപുത്രൻ, തിരൂരിന്റെ നായകൻ, ഈ നാടിന്റെ പൊന്നാമനപുത്രൻ ഈ അബ്ദുറഹ്മാൻ മാമനാണ് 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 താരമെന്ന് പ്രഖ്യാപിച്ച് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടഭ്യർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കി പ്രകൃതിക്ഷോഭങ്ങളെയും മഹാമാരികളെയും അതിജീവിച്ച ലോകത്തിന്റെ നെറുകയിൽ കേരളത്തിന്റെ നാമം ആലേഖനം ചെയ്ത അഭിനന്ദനങ്ങളുടെ
അബ്ദുറഹ്മാൻ നിങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് വിലപ്പെട്ട മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ ഐശ്വര്യത്തിന്റെ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ഇന്ത്യയുടെ അധികാര സ്ഥാനത്തിലേറിയ സംഘപരിവാർ തൊട്ടുപിറകിലായി നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിച്ചാലും അനുമോദിച്ചാലും പ്രിയമുള്ളവരെ, വാഗ്ദാന